പ്രെഡറേറ്റർ ബാഡ്ലാൻഡ്സ് നല്ല അടിപൊളി പടം. ഈ അടുത്ത കാലത്തൊന്നും തിയേറ്ററിൽ ഇതുപോലെ ഒരു പടം കണ്ടിട്ടില്ല. ഇതിന്റെ ഡയറക്ടറിന്റെ പേര് ഡാൻ ട്രച്ചൻബർഗ് എന്നാണ്. ഇദ്ദേഹം തന്നെയാണ് പ്രേ എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്തത്. പ്രേ നമുക്കറിയാം, പ്രെഡറേറ്റർ ഫ്രാഞ്ചൈസിൽ തന്നെ ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച പടമാണ്. കാരണം സ്ഥിരം പാറ്റേൺ ഫോളോ ചെയ്യാതെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നു പ്രെഡറേറ്ററിൽ. ഇതും അത് തന്നെയാണ്. പ്രേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതൊരു പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു ആദിവാസി എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ പ്രെഡറേറ്റർ വന്നിറങ്ങിയാൽ മനുഷ്യർ എങ്ങനെ നേരിടുന്നതാണ് പ്രേയുടെ പ്ലോട്ട്. ഇത് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതായത് ഐ തിങ്ക് ഇറ്റ്സ് ഏത് വർഷമാണ് സെറ്റ് ചെയ്തതൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. ബട്ട് ഭയങ്കര ഒരു ഫ്യൂച്ചറിൽ റോബോട്ട്സ് ഒക്കെ ടേക്ക് ഓവർ ചെയ്തെടുക്കുന്ന ഒരു കാലത്ത് പ്രെഡറേറ്റർ വരികയും പ്രെഡറേറ്ററിന് ഒരു മിഷൻ ഉണ്ട്. ആ മിഷൻ അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നുള്ളതാണ് സിനിമയുടെ ഓവറോൾ പ്ലോട്ട്. സാധാരണ നമ്മളെങ്ങനെ വെച്ചാൽ ഈ പ്രെഡറേറ്റർ എന്താ പറയാ, അതിന്റെ ഒരു ഇമോഷന്റെ ഒരു സിനിമ പ്രെഡറേറ്റർ ഫ്രാഞ്ചൈസിൽ ഒരു സിനിമ പോലും പ്രെഡറേറ്ററിന്റെ ഇമോഷൻ എന്താണെന്ന് കാണിച്ചിരുന്നില്ല. ഇറ്റ് ജസ്റ്റ് ആനിമൽ ദാറ്റ് ട്രൈ ടു കിൽ us everyone who sees it. അതായത് കൺമുന്നിൽ കാണുന്ന ആരെയും കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമുള്ള ഒരു ജീവി മാത്രമാണ് പ്രെഡറേറ്റർ നമ്മൾ ഇത്രകാലം സിനിമയിൽ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇതിലങ്ങനെയല്ല, കുറച്ചും കൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നും. കാരണം ഇറ്റ് ഹാസ് എ ഫാമിലി, ബ്രദർ. അപ്പോൾ ആ പ്ലോട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ സ്പോയിലർ ആയി പോവും. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല വിഷ്വൽ എഫക്ട്സ് ഉണ്ട്, നല്ല നല്ല കാസ്റ്റിംഗ് നല്ലതാണോ ചോദിച്ചാൽ അറിയില്ല. ഐ മീൻ ആകെ 2 പേര് മെയിനായിട്ട് ഇതിനകത്തുള്ളൂ. അതിനകത്ത് ഈ പ്രെഡറേറ്ററെ അഭിനയിച്ചത് ഒരു ഡിമിട്രിയസ് കൊലോമാറ്റാങ്കി എന്നുള്ളത് ചെങ്ങയ്യാണ്. ആരായാലും നമുക്ക് എന്താ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാസ്ക് അല്ല, ഇറ്റ്സ് മേക്കപ്പ്, ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലാവില്ല നടന്നത്. പിന്നെ ഉള്ളത് നായികയുടെ പേര് എല്ലേ ഫാനി. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, നല്ല കോമഡി. അത് ഒരു കോമഡി എലമെന്റ്സ് ഇത് വല്ലാണ്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ഹൊറർ, നോട്ട് എ മോർ ദാൻ എ സൈഫൈ, ഇറ്റ്സ് കോമഡി. അതാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര റിലീഫായിരുന്നു ഇത് കാണുമ്പോൾ. കാരണം നമ്മൾ ഇത് മുമ്പ് ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ലൈക്ക് സംഭാഷണങ്ങൾ കേൾക്കാറുണ്ട് ഈ പ്രെഡറേറ്ററിന്റെ ഡയലോഗ്സ് ഒക്കെ ഇതിന് മുമ്പ് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഹ്യൂമറസ് ഡയലോഗോ ഒരു ഇമോഷണൽ ഡയലോഗോ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അതൊക്കെ ഉണ്ട്. ഒരു ഇമോഷൻ സീൻ ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ്, കോമഡി ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഓവറോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് ഞാൻ ഒരു പരിധി വരെ പറയും. എന്തായാലും യു ഷുഡ് വാച്ച് ദിസ് ഇൻ തിയേറ്റർ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ആൻഡ് ക്രെഡിറ്റ് സീൻ ഒന്നുണ്ട്, ലൈക്ക് വളരെ ഒരു 5 seconds ഒക്കെ ഉള്ളു, ബട്ട് അതിന്റെ ഇമ്പാക്ട് ഭയങ്കരമാണ്. അത് എന്താന്ന് ഞാൻ പറയുന്നില്ല. ക്രെഡിറ്റ് സീൻ കാണാൻ ഒരൊറ്റ ഒന്നേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അയച്ചു പോയിക്കോളാം, നിൽക്കട്ട. ആൻഡ് ഇനി ഇതിന്റെ ഫ്യൂച്ചർ എന്താന്ന് നമുക്ക് അറിയില്ല. ഈ പ്രെഡറേറ്റർ ബാഡ്ലാൻഡ്സിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടോന്ന് നോക്കട്ടെ ഗൈസ്. ടു റിലീസ് ഡേറ്റ്. ഇതിന്റെ ഒരു ഫ്യൂച്ചർ മൂവി ഉണ്ടാവും തീർച്ചയായിട്ടും. ഇഫ് പ്രെഡറേറ്റർ ഷെഡ്യൂൾ ഇറ്റ് വിൽ റീച്ച് ഹോളോ ആൻഡ് അറിയില്ല. ഐ തിങ്ക് അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ കൊടുത്തിട്ടില്ല. നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുക. ഇതിനു മുമ്പ് ഒരു ആനിമേഷൻ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പ്രേയ്ക്ക് മുമ്പ്, അല്ല പ്രേയ്ക്ക് ശേഷം ഒരു ആനിമേഷൻ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് വരുന്നത്. ഓവറോൾ നല്ലൊരു അടിപൊളി ഫ്രാഞ്ചൈസി ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ്. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. 1.25 മണിക്കൂർ മാത്രമാണ് അതിന്റെ ദൈർഘ്യം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല വിഷ്വൽ എഫക്ട്സ്, നല്ല സ്റ്റോറി, പുതുമയുള്ള സ്റ്റോറി, അതാണ് മെയിൻ. നല്ല സ്റ്റോറി എന്നുള്ള കളിയുമ്പോൾ ഈ പ്രെഡേറ്ററിന് ഫ്രാഞ്ചൈസിൽ ഒരു പുതുമയുള്ള ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ബൈ.